ഇടുക്കി ജില്ലയിൽ വിനോദസഞ്ചാരികളെ ഏറ്റവും അധികം എത്തുന്ന മൂന്നാറിലും പരിസര മേഖലകളിലും പ്രവർത്തിക്കുന്ന സാഹസിക വിനോദങ്ങൾക്ക് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ല എന്ന ആക്ഷേപം വ്യാപകമാവുകയാണ്. കയാക്കിംഗ്, പാരാസെയിലിംഗ്, സിപ്പ് ലൈൻ തുടങ്ങി ഒട്ടനവധി സാഹസിക വിനോദങ്ങളാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായിട്ടുള്ളത്. അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ അനുമതിയിൽ മാത്രമാണ് ഇവയിൽ പലതും പ്രവർത്തിക്കുന്നത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായിട്ട് ഒട്ടനവധി അഡ്വഞ്ചർ ടൂറിസം പദ്ധതികളാണ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടുള്ളത്. പല സാഹസിക വിനോദങ്ങളും അനുമതി തേടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഒരുക്കുന്നതിൽ പലപ്പോഴും ഗുരുതരമായ വീഴ്ചയാണ് സംഭവിക്കുന്നത്. ആനച്ചാലിലെ ആകാശ ഭക്ഷണശാലയ്ക്കും അതുതന്നെയാണ് സംഭവിച്ചത്. സ്കൈ ഡൈനിങ് ഉൾപ്പെടെയുള്ള സാഹസിക വിനോദങ്ങൾക്ക് മതിയായ സുരക്ഷാ മാർഗരേഖകളില്ല. അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ അനുമതിയിലാണ് ഇവയിൽ പലതും പ്രവർത്തിക്കുന്നത്. എന്നാൽ ആനച്ചാലിൽ സംഭവിച്ചതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഞ്ചാരികൾക്ക് ലഭ്യമാക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ പലയിടത്തും ഒരുക്കിയിട്ടില്ല. ഇതിന്റെ ടെക്നീഷ്യൻ വന്ന് കോയമ്പത്തൂരിലാണ്. ഇപ്പോൾ ഇത് ഒരു അപകടമായപ്പം അവിടെ നിന്ന് വേണം വരാൻ. അവിടെ നിന്ന് ഇവിടെ വരണമെങ്കിൽ കുറഞ്ഞത് 6 മണിക്കൂർ വേണം. ഇവിടെ ഇന്നലെ ഇതിൽ കുടുങ്ങിയ ഒരു ഫാമിലിയാണ്. 2 കുഞ്ഞുങ്ങളും ഭർത്താവും ഭാര്യയുമായിരുന്നു. പക്ഷേ ഇത് കുടുങ്ങിയിട്ട് 3-4 മണിക്കൂർ ശേഷമാണ് ഫയർ സർവീസൊക്കെ വന്നിട്ട് ഒരു താഴെ ഇറക്കിയത്. വെള്ളത്തിൽ നിന്നും മീറ്റർ കണക്കിന് ഉയരത്തിൽ ഉയർന്നു പറക്കുന്ന പാരാസെയിലിംഗ്, വെള്ളത്തിലൂടെയുള്ള കുട്ടവഞ്ചി സവാരി, കയാക്കിംഗ് എന്നിവയ്ക്ക് ലൈഫ് ജാക്കറ്റ് മാത്രമാണ് പലപ്പോഴും സുരക്ഷാ സംവിധാനമായി ഒരുക്കിയിട്ടുള്ളത്. ഇരുട്ട് കാണത്ത് വന്ന് ഒരു റോപ്പ് വേയിൽ ഒരു അപകടം പറ്റി. അതിപ്പം സത്യം പറഞ്ഞാൽ ആരെയാന്ന് നിങ്ങൾക്കറിയാം. LDF ഉള്ള മുഖ്യ പുള്ളിയുടെയാണത്. അതുപോലെ തന്നെ ഈ സ്കൈ ഡൈനിങ്ങും ഒരു BJP ആളും പാർട്ട്ണറാണ്, CPM-യുടെയാണ്. ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയാണ് മൂന്നാർ നന്നാകുന്നത്? ഒത്തിരി അപകടങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഇത് മേലുള്ള ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇത് സ്റ്റെപ്പ് എടുത്ത് ഇതിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 2 കുട്ടികളടക്കമുള്ള വിനോദസഞ്ചാരികളാണ് സ്കൈ ഡൈനിങ്ങിൽ കഴിഞ്ഞ ദിവസം കുടുങ്ങിയത്. കുട്ടികളെ ഇത്തരം സാഹസിക വിനോദസഞ്ചാര പ്രവർത്തികളിൽ ഏർപ്പെടുത്തുന്നത് ഏത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നതും ചോദ്യമാണ്. വിനോദസഞ്ചാരികൾ കുടുങ്ങിയ സംഭവത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. സാഹസിക വിനോദങ്ങൾ വിനോദസഞ്ചാര മേഖലയുടെ ഭാഗമായി കഴിഞ്ഞു. എന്നാൽ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ വേണം. ഈ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ ഇവർ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് അധികാരികൾ ഉറപ്പുവരുത്തുകയും വേണം. പവിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.